بسم الله الرحمن الرحيم إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من 1000 شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر. وأيضا قال الله تعالى يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ബഹുമാന്യരായ വിശ്വാസികളെ, പടച്ച റബ്ബിൻ്റെ വിധിവിലക്കുകളും അവൻ്റെ നിയമ നിർദ്ദേശങ്ങളും നമ്മുടെ രഹസ്യ പരസ്യ ജീവിതങ്ങളിലൊക്കെയും സൂക്ഷിച്ചുകൊണ്ട് നമുക്ക് മുകളിൽ അത്യുന്നതനായ ഒരു നാഥൻ നമ്മെ സദാ വീക്ഷിക്കുന്നുണ്ട് എന്ന ബോധ്യത്തോടെ യഥാർത്ഥ മുത്തഖുകളായി ജീവിതം നയിച്ചു കൊള്ളണമേ എന്ന് ആദ്യമായി സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരോടും സഗൗരവം ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പടച്ച റബ്ബ് നാം ജീവിക്കുന്ന കാലമത്രയും മുത്തഖുകളിലും മുവഹിദുകളിലും ഉൾപ്പെടുത്തി പടച്ച റബ്ബ് നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ലോകം യുദ്ധത്തിൻ്റെയും അശാന്തിയുടെയും ഒക്കെ ഒരു സന്ദർഭം. അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തിന് സമാധാനവും ശാന്തിയും അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. പക്ഷികളുടെ കൂട്ടത്തിൽ വിഭിന്നമായി ആകാശസീമകളിൽ ഉയർന്നു പറക്കുന്ന പരുന്ത് മറ്റു പക്ഷികളിൽ നിന്ന് വ്യത്യസ്തമാണ്. ആ പക്ഷിക്ക് ചില പ്രത്യേകതകളുണ്ട്. 2-3 വർഷം കൂടുമ്പോൾ അതതിൻ്റെ കൂട്ടിലേക്ക് തന്നെ അഭയം തേടിയിട്ട് അതിൻ്റെ നല്ല മൂർച്ചയുള്ള ചുണ്ടുകൾ കൊണ്ട് അതിൻ്റെ തൂവലുകൾ മുഴുവനും കളയുകയും അവസാനം അതിൻ്റെ ചുണ്ടുകൾ പോലും കല്ലിലുരസി പൊട്ടിച്ചു കളയുകയും ചെയ്യും. 2 മാസക്കാലം പിന്നീട് ആ പരുന്ത് കൂടിനുള്ളിൽ തന്നെയായിരിക്കും. പുതിയ ചിറകുകളും പുതിയ ചുണ്ടുകളും പൊടിച്ചു വരുന്നതുവരെ അത് അതിൻ്റെ കൂട്ടിൽ വിശ്രമത്തിലായിരിക്കും. അതുപോലെ വിശ്വാസികളൊക്കെയും തങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ, രഹസ്യമായും പരസ്യമായും സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങൾ, മരണത്തെക്കുറിച്ച് വല്ലാതെ ചിന്തിക്കുമ്പോൾ നമ്മുടെ പാപങ്ങളെക്കുറിച്ച് പലപ്പോഴും ആലോചിക്കാറുണ്ട്. അത്തരം പാപങ്ങളെ ആ പാപങ്ങളിൽ നിന്ന് കഴുകി ശുദ്ധിയായി ഒരു പുതിയ മനുഷ്യനാകാനുള്ള അവസരമാണ് സഹോദരങ്ങളെ ഈ പരിശുദ്ധ റമളാൻ. ആ പരിശുദ്ധ റമളാൻ അതിൻ്റെ അവസാനത്തെ 10ലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അവസാനത്തെ 10ൽ ഗോപ്യമാക്കി വച്ചിരിക്കുന്ന ഒരായുഷ്കാലം കൊണ്ട് ഒരു വിശ്വാസിക്ക് നേടിയെടുക്കാൻ കഴിയുന്ന ലൈലത്തുൽ ഖദ്ർ എന്ന അനുഗ്രഹീതമായ
ആ നന്മകൾ സ്വയത്തമാക്കാനും അതിനുവേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു സന്ദർഭമാണ് നമ്മളൊക്കെയും. പരിശുദ്ധ റമളാനിന്റെ അവസാനത്തെ 10 നാം നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഏതൊരു കർമ്മങ്ങൾക്കും ഒരു ആത്മീയമായ ഒരു ആനന്ദമുണ്ടാകും. ഭൗതികമായി നാം ഒരു ഭക്ഷണം കഴിച്ചാൽ അതിൽ നമുക്കൊരു ആസ്വാദനവും ഒരു സുഖവും കിട്ടുന്നത് പോലെ ഒരു യഥാർത്ഥ വിശ്വാസിക്ക് കർമ്മങ്ങളിൽ നിന്ന്, ഇബാദത്തുകളിൽ നിന്ന് ആത്മീയമായ ഒരു ആനന്ദവും ഉണർവും അയാൾക്ക് കിട്ടും. ഇപ്പൊ നമസ്കാരത്തെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ നമസ്കാരത്തിൽ ഖിയാമും റുകൂഉം സുജൂദുമുണ്ട്. ഖിയാമിൽ ഒരു ആത്മീയമായ ആനന്ദമുണ്ട്. അതിലുപരി റുകൂഇലേക്ക് പോകുമ്പോൾ അതിനേക്കാളും വലിയ ഒരു ആത്മീയമായ ആനന്ദമാണ്. അത് കഴിഞ്ഞ് സുജൂദിലേക്ക് പോകുമ്പോഴാണ് ഒരടിമ തൻ്റെ സൃഷ്ടാവുമായി അടുക്കുന്ന ഒരു ആത്മീയ അനുരാഗത്തിലേക്ക് എത്തപ്പെടുന്നത്. പരിശുദ്ധ റമളാൻ ഖിയാമും റുകൂഉം ഒക്കെ കഴിഞ്ഞ് സുജൂദിലേക്ക്, അഥവാ തൻ്റെ അടിമ അല്ലാഹുവുമായി അടുത്ത് ലോകത്തൊരാളോടും തൻ്റെ പാപങ്ങളെക്കുറിച്ച്, തൻ്റെ സ്വകാര്യമായ തിന്മകളെക്കുറിച്ച് ആരോടും പങ്കുവയ്ക്കാതെ കരഞ്ഞു കലങ്ങിയ കണ്ണുനീരുമായി അല്ലാഹുവേ, എൻ്റെ പാപങ്ങൾ എനിക്ക് നീ പുറത്തു തരേണമേ എന്ന് പ്രാർത്ഥിക്കുന്ന മഗ്ഫിറത്തിന്റെ ദിനരാത്രങ്ങളാണ് സഹോദരങ്ങളെ. പലപ്പോഴും മനുഷ്യര് കർമ്മങ്ങളുടെ അകക്കാമ്പും അതിന്റെ മഹത്വവും തിരിച്ചറിയുന്നത് മരണത്തോടു കൂടിയിട്ടാണ്. മരണപ്പെട്ടു പോകുമ്പോഴാണ് ഞാൻ നമസ്കരിച്ചിരുന്ന 2 റക്അത്ത് സുന്നത്ത് നമസ്കാരത്തിന്റെ മഹത്വത്തെ കുറിച്ച് അറിയുന്നത്. ഖബറിലേക്ക് എത്തപ്പെട്ട ഒരു മനുഷ്യൻ വീണ്ടും മടങ്ങി വന്ന് തൻ്റെ ജീവിത പങ്കാളിയുമായി ഒരുമിച്ച് ജീവിക്കുന്നതിനെ കുറിച്ചല്ല ചിന്തിക്കുന്നത്. നാം കൊണ്ട് ഖബറടക്കം ചെയ്തുപോയ സഹോദരന്മാർ വീണ്ടും ഒരിക്കൽ കൂടി മടങ്ങി വന്ന് തൻ്റെ പ്രിയപ്പെട്ട മക്കളെയും പേരമക്കളെയും ഒക്കെ ഒന്ന് കാണണമെന്ന ആഗ്രഹമല്ല അവരുടെ ഹൃദയത്തിലുള്ളത്. അവരുടെ ഹൃദയത്തിന്റെ ഉള്ളിലെ ആഗ്രഹം നാം നിസ്സാരമായി കണ്ടിരുന്ന സുന്നത്തു നമസ്കാരം, ഒരു 2 റക്അത്ത് സുന്നത്തു നമസ്കാരം നിർവഹിക്കുവാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖബറിനരികിലൂടെ സ്വഹാബികളുമായി യാത്ര ചെയ്യുമ്പോൾ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ആ ഖബറിൽ കിടക്കുന്ന ആ അനുചരൻ ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നതെന്ന് അറിയുമോ അയ്യുഹസ് സ്വഹാബ? സ്വഹാബികൾ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, അല്ലാഹു വറസൂലുഹു അഅലം, അല്ലാഹുവും അവന്റെ റസൂലും അറിയും, ഞങ്ങൾക്കറിയില്ല. ആ മനുഷ്യൻ ആഗ്രഹിക്കുന്നത് ദുനിയാവിൽ വെച്ച് എനിക്ക് നമസ്കരിക്കാൻ 2 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കാൻ എനിക്ക് കഴിഞ്ഞിരുന്നുവെങ്കിൽ. പലപ്പോഴും നാം സുന്നത്ത് നമസ്കരിക്കാൻ വേണ്ടി നമസ്കാരം കഴിഞ്ഞ് സുന്നത്തിലേക്ക് പോകുമ്പോൾ ഒരു ഫോൺ വരും. ഫോണുമായി നാം പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇനി ആ സുന്നത്ത് നമസ്കരിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, അതിനേക്കാളും ഭൗതികമായ എന്തൊക്കെയോ നേട്ടങ്ങളുടെ പിന്നിൽ, അതിൻ്റെ ഓട്ടങ്ങളുടെയും തിരക്കുകളുടെയും പിന്നിലാണ് സഹോദരങ്ങളെ. ഇനി വരാൻ പോകുന്ന പരിശുദ്ധമായ അവസാനത്തെ 10 ദിനരാത്രങ്ങൾ നമ്മുടെ തിരക്കുകളും നമ്മുടെ ഓട്ടങ്ങളും ഒക്കെ ഒന്ന് മാറ്റിവെച്ച് അല്ലാഹുവുമായി ഒന്നിരിക്കാൻ, അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനുമായി ഒന്നിരിക്കാൻ, ജീവിതത്തിൽ സംഭവിച്ചു പോയ
തെറ്റുകുറ്റങ്ങൾ ഇസ്തിഗ്ഫാറിലൂടെ, പാപമോചനത്തിലൂടെ ഒരു വിശ്വാസിയുടെ കണ്ണിൽ നിന്ന് വരുന്ന കണ്ണുനീർത്തുള്ളി ഒരു രക്തസാക്ഷിയുടെ ശരീരത്തിൽ നിന്ന് അടർന്നു വീഴുന്ന രക്തത്തുള്ളിയേക്കാളും വിലപ്പെട്ടതാണ് എന്ന് പ്രവാചകൻ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. സഹോദരങ്ങളെ, ഏതൊരു കർമ്മങ്ങളും അതിൻ്റെ അവസാനത്തിലേക്ക് നീങ്ങുമ്പോഴാണ്, അതിൻ്റെ അവസാന സന്ദർഭങ്ങളിലേക്ക് നീങ്ങുമ്പോഴാണ് അതൊരു സമ്പൂർണതയിലേക്ക് എത്തുന്നത്. പ്രവാചകൻ ഓർമ്മപ്പെടുത്തി, അൽ അഅ്മാലു ബിൽ ഖവാതിം, ഏതൊരു കർമ്മങ്ങളും അല്ലാഹു അതിൻ്റെ അവസാനം നോക്കിക്കൊണ്ടാണ്. അതുകൊണ്ടാണ് വിശ്വാസികൾ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നത്, അല്ലാഹുമ്മ ജഅൽ ഖൈറ ഉംരി ആഖിറഹു, അല്ലാഹുവേ എൻ്റെ ജീവിതത്തിൻ്റെ അവസാനം അത് ഏറ്റവും നന്മയിലാക്കി തരണമേ അല്ലാഹ്. എൻ്റെ ജീവിതത്തിൻ്റെ അവസാന ഭാഗങ്ങൾ എനിക്കറിയില്ല എപ്പോഴാണ് എന്ന്, അത് നന്മയിലായിക്കൊണ്ട് നിന്റെ തൃപ്തിയിലായിക്കൊണ്ട് വേർപെടാനുള്ള തൗഫീഖ് നീ എനിക്ക് പ്രദാനം ചെയ്യണേ. വഖൈറ അമലി ഖവാതിമഹു, എൻ്റെ കർമ്മങ്ങളിൽ ഏറ്റവും നല്ല കർമ്മം അതിൻ്റെ അവസാനത്തെ കർമ്മമാക്കണമേ. വീണ്ടും അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നു. എന്താണ് ആ പ്രാർത്ഥന? വഖൈറ അയ്യാമി യൗമ അൽഖാക ഫീഹ്, എൻ്റെ ദിവസങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല ദിവസം, ഞാൻ ഈ ലോകത്ത് നിന്ന് വിടവാങ്ങുന്ന ഒരു ദിവസമുണ്ട്. നാം മരണപ്പെട്ടു എന്ന് നമ്മുടെ പരിസരവാസികളും നമ്മുടെ വീടിൻ്റെ ഇലക്ട്രിക് പോസ്റ്റുകളിലും നമ്മുടെ റെസിഡൻസി അസോസിയേഷൻ നമ്മുടെ പോസ്റ്റർ പതിപ്പിച്ച് നമ്മുടെ കുടുംബവും നമ്മുടെ ബന്ധുമിത്രാദികളുമൊക്കെ നമ്മെ യാത്രയാക്കുന്ന ഒരു ദിവസമുണ്ട്. ആ ദിവസത്തെക്കുറിച്ചാണ് നമ്മൾ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നത്. വഖൈറ അയ്യാമി യൗമ അൽഖാക ഫീഹ്, അല്ലാഹുവേ എൻ്റെ ദിവസങ്ങളിൽ ഏറ്റവും നല്ല ദിവസം, റബ്ബേ നിന്നെ കണ്ടുമുട്ടുന്ന, ഈ ലോകത്ത് നിന്ന് ഞാൻ നിന്നിലേക്ക് മടങ്ങി വരുന്ന ആ ദിവസം. അഥവാ പ്രവാചകന്റെ ഈ പ്രാർത്ഥന നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഏതൊരു കർമ്മത്തിൻ്റെയും സമ്പൂർണത അതിൻ്റെ അവസാനത്തിലാണ്. സഹോദരങ്ങളെ, അവസാനം പ്രയാസത്തിലായാൽ, അവസാനം അല്ലാഹുവിലുള്ള പരലോകത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയിലേക്ക് എത്തപ്പെട്ടാൽ, രോഗങ്ങളും സാമ്പത്തികമായ പ്രതിസന്ധികളും കൊണ്ട് മാനസികമായി തകർന്ന് വിശ്വാസത്തിൽ നിന്ന് നാം അടർന്നു മാറിയാൽ, എന്നാൽ ചരിത്രം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, അല്ലാഹുവിൻ്റെ റസൂലിനും സ്വഹാബത്തിനും ഏറ്റവും കൂടുതൽ നഷ്ടം വരുത്തി വെച്ച, ഏറ്റവും കൂടുതൽ ഉപദ്രവം സൃഷ്ടിച്ച മക്കയിലെ രണ്ട് മനുഷ്യർ, ഒന്ന് അബൂജഹലാണ്, രണ്ടാമത്തത് അദ്ദേഹത്തിന്റെ പുത്രൻ ഇക്രിമയാണ്. എന്നാൽ ഇക്രിമയുടെ ചരിത്രം നമുക്കൊക്കെയും അറിയാം. ഇന്ന് നാം ഇക്രിമയുടെ പേര് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്നുണ്ട്. സഹോദരങ്ങളെ, എങ്ങനെയാണ് ഇക്രിമയുടെ പേര് കേൾക്കുമ്പോൾ നാം റളിയല്ലാഹു അൻഹു എന്ന് പറയുന്നത്? അല്ലാഹുവിന്റെ റസൂലും സ്വഹാബത്തും കൊടിയ പീഡനങ്ങൾ അനുഭവിച്ച് മക്കയിൽ നിന്ന് പൗരത്വം നഷ്ടപ്പെട്ട് നമ്മുടെ ഇന്ത്യയുടെ തൊട്ടടുത്ത മ്യാൻമറിൽ നിന്നും 10 ലക്ഷത്തോളം വരുന്ന വിശ്വാസികൾ ബംഗ്ലാദേശിന്റെ ഒരു ചായ്പിൽ ഇന്നും ഈ സമയവും ടാർപോളിൻ കെട്ടി ലോകാരോഗ്യ സംഘടന കൊടുക്കുന്നതും അതുപോലെ വിശ്വാസികളും കൊടുക്കുന്ന ദാനധർമ്മത്തിന്റെ എന്തെങ്കിലും ഭക്ഷണം കഴിച്ച് ജീവിക്കുന്ന 10 ലക്ഷത്തോളം മനുഷ്യരവിടെ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അതുപോലെ അല്ലാഹുവിന്റെ റസൂലും സ്വഹാബത്തും മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്ത്
ചരിത്രത്തിലെ ഏറ്റവും വലിയ അവിസ്മരണീയമായ ബദർ കഴിഞ്ഞ് ഇസ്ലാം വിജയശ്രീ ലാളിതരായി മക്കയിലേക്ക് മടങ്ങി വരുമ്പോ ഈ അബൂജഹലിന്റെ മകൻ ഇക്രിമ മക്ക വിട്ടോടാൻ തയ്യാറാവുകയാണ്. മക്കയ്ക്ക് സമീപം ലാൻഡ് ചെയ്തിരുന്ന ഒരു കപ്പലിന്റെ ഉദ്യോഗസ്ഥനോട് എന്നെ നിങ്ങൾ തിഹാമയിലേക്ക് കൊണ്ടുപോകണം. ആ കപ്പലിലുള്ള ആൾക്കാർ പറഞ്ഞു, മുഹമ്മദ് എല്ലാവർക്കും പുറത്തു കൊടുത്തിട്ടുണ്ട്. ഇക്രിമ പറഞ്ഞു, മുഹമ്മദ് പുറത്താലും എന്റെയും എന്റെ പിതാവ് അബൂജഹലിനെയും അവര് പ്രത്യേകം അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. അത്രത്തോളം കൊടിയ ഉപദ്രവങ്ങൾ ഞങ്ങളിൽ നിന്ന് അവർക്കുണ്ടായിട്ടുണ്ട്. എന്നെ കാണുമ്പോൾ ആ ഓർമ്മ അവരുടെ ഹൃദയത്തിലേക്ക് വരും. ചരിത്രം ഓർമ്മപ്പെടുത്തുന്നു, ഇക്രിമ തിഹാമയിലേക്കുള്ള കപ്പലിലേക്ക് യാത്ര ആരംഭിച്ചു. ആ കപ്പലിൽ യാത്ര ആരംഭിച്ച് മുൻപോട്ട് പോകുമ്പോ ആ കപ്പൽ ശക്തമായ കൊടുങ്കാറ്റിൽ ആടിയുലയാൻ തുടങ്ങി. സമുദ്രത്തിന്റെ ആ വല്ലാത്ത പ്രതിസന്ധിയിൽ ആ കപ്പലിന്റെ കപ്പിത്താൻ പറഞ്ഞു, ഇന്ന് നിങ്ങൾ പരദൈവങ്ങളെയെല്ലാം കൈയൊഴിഞ്ഞിട്ട് നിങ്ങൾ ഏകനായ സൃഷ്ടാവിനെ മാത്രം വിളിക്കണം. നാം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഈ കപ്പൽ നമ്മെ രക്ഷിക്കാൻ ഇവിടെ ഒരു ശക്തിയുമില്ല. നാം പരദൈവങ്ങളെയെല്ലാം കൈയൊഴിഞ്ഞുകൊണ്ട് യഥാർത്ഥ സൃഷ്ടാവിലേക്ക് നിങ്ങൾ കരങ്ങൾ ഉയർത്തണം. ആ കപ്പലിലിരുന്ന് ഇക്രിമ, അപ്പോഴാണ് ഇക്രിമയുടെ മനസ്സിൽ ചിന്ത വരുന്നത്. ഇതേ ആശയമാണ് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത്. ലാത്തയോടും ഉസ്സയോടും മനാത്തിനോടും നിങ്ങൾ പ്രാർത്ഥിക്കരുതേ, നിങ്ങൾക്ക് രക്ഷാമാർഗം ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ മറ്റൊരാരാധ്യനില്ല എന്ന് പറഞ്ഞതിന്റെ പേരിലാണ് എത്യോപ്യയിലേക്ക് അവർ പാലായനം ചെയ്തത്, മദീനയിലേക്ക് അവർ പാലായനം ചെയ്തത്, ക്രൂരമായ പീഡനങ്ങൾക്ക് വിധേയമായത്. കപ്പലിൽ നിന്ന് ഇക്രിമ ചിന്തിക്കുകയാണ്, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് സത്യമാണ്. ആ ഇക്രിമ വീണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്കയിലേക്ക് വീണ്ടും മടങ്ങി വരുന്നു. ചരിത്രം ഓർമ്മപ്പെടുത്തുന്നു, ഇക്രിമയുടെ ഭാര്യ പ്രവാചകന്റെ അടുക്കലേക്ക് പോയി വിശ്വാസിയായി. ഇക്രിമയുടെ ഭാര്യ ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലെ, ഇക്രിമയ്ക്ക് മാപ്പുണ്ടോ പ്രവാചകരെ? അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഇക്രിമക്കല്ല, എല്ലാ മനുഷ്യർക്കും മാപ്പ് നൽകിയിരിക്കുന്നു. ഞങ്ങളെ ക്രൂരമായി വലിച്ചിഴച്ചതും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരിൽ ക്രൂരമായി കൊല ചെയ്യപ്പെട്ടതും അതിനെക്കുറിച്ചൊന്നും ഞങ്ങൾ ചിന്തിക്കുന്നില്ല, ഞങ്ങളെല്ലാം മാപ്പ് ചെയ്തു. ഇക്രിമയെ വരാൻ പറയട്ടോ പ്രവാചകരെ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വരാൻ പറഞ്ഞു. ആ സമയം അള്ളാഹുവിന്റെ റസൂൽ സ്വഹാബത്തിനോട് പറഞ്ഞു, അല്ലയോ സ്വഹാബത്തെ, അബൂജഹലിന്റെ പുത്രൻ ഇക്രിമ വിശ്വാസിയായി കൊണ്ട് നമ്മുടെ അടുക്കലേക്ക് മടങ്ങി വരുന്നു. അദ്ദേഹം ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പിതാവ് അബൂജഹൽ ചരിത്രത്തിൽ തുല്യതയില്ലാത്തവണ്ണം നമ്മെ ഒരുപാട് പ്രയാസപ്പെടുത്തി, ക്രൂരമായി ഉപദ്രവിച്ചു. അദ്ദേഹം ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പിതാവിനെ കുറിച്ച് നിങ്ങൾ ചർച്ച ചെയ്യരുത്, നിങ്ങളൊന്നും സംസാരിക്കരുത്, നമ്മൾ പുറത്തു കൊടുക്കണം. ഇസ്ലാമിക ചരിത്രത്തിൽ ഒരുപാട് കൊടിയ ഉപദ്രവങ്ങൾ സൃഷ്ടിച്ചവരായിരുന്നു ഷിയാക്കൾ. ചുരുക്കത്തിൽ ഇസ്ലാമികമായ ആദർശത്തോട് പോലും യോജിക്കാൻ കഴിയാത്തവരാണവർ. പക്ഷേ അവരിൽ ഒരാൾ മരണപ്പെട്ടു പോകുമ്പോ ആ മരണപ്പെട്ടു പോയ ആളെ കുറിച്ച് മോശമായി സംസാരിക്കുന്ന ചർച്ചകൾ നമ്മളിൽ ഉണ്ടാകാൻ പാടില്ല സഹോദരങ്ങളെ. ആദർശ വിരോധികളാണെങ്കിൽ പോലും ഒരാൾ മരണപ്പെട്ടു പോയാൽ അയാളെക്കുറിച്ച് മോശമായി നാം ചർച്ച ചെയ്യരുത്. ഈ റമദാനിന്റെ ദിനരാത്രങ്ങളുടെ നോമ്പ് നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും, അതിന്റെ നന്മകൾ നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും.
ആ ഇക്രിമ അല്ലാഹുവിന്റെ റസൂലിനെ കെട്ടിപ്പിടിച്ച് മാപ്പ് പറഞ്ഞ് ആ ഇക്രിമയുടെ ചരിത്രം പിന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് യർമൂക്ക് യുദ്ധകാഹളത്തിലാണ്. യർമൂക്ക് യുദ്ധകാഹളത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശത്തിനു വേണ്ടി മരണാസന്നനായി കിടക്കുന്നു. വെട്ടുകളും കുത്തുകളുമേറ്റ് യുദ്ധമൈതാനിയിൽ വെള്ളമെന്നലറുന്ന ഇക്രിമയുടെ അടുക്കലേക്ക് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഒരു മഗ്ഗുമായി യുദ്ധത്തിൽ മരണാസന്നനായി കിടക്കുന്ന മനുഷ്യരുടെ വായിലേക്ക് വെള്ളമൊഴിച്ചു കൊടുക്കുന്നു. വെള്ളമെന്ന് വിളിച്ചിരുന്ന ഇക്രിമയുടെ അടുക്കലേക്ക് എത്തിയപ്പോ അടുത്ത മറ്റൊരു അപരൻ വെള്ളത്തെ ചോദിക്കുകയാണ്. ഇക്രിമയുടെ വായ് കൂട്ടി മടക്കി വെച്ചു, വായടച്ചു വെച്ചു, കണ്ണുകൾ കൊണ്ട് ആംഗ്യം കാണിക്കുന്നു. അപരനിലേക്ക് ഈ വെള്ളം എത്തിക്കുക. മരണമാസന്നമാകുന്ന സമയത്ത് ഒരു തുള്ളി വെള്ളത്തിന്റെ മഹത്വവും ആ ഒരു തുള്ളി വെള്ളം തൊണ്ടയിലേക്ക് കിട്ടുമ്പോഴുള്ള ഒരു സമാധാനവും എത്ര വലുതാണ് സഹോദരങ്ങളെ. ആ ഇക്രിമിയെ മാറ്റിയത് ശരീരപ്രകൃതിയിലുള്ള മാറ്റമല്ല. പരിശുദ്ധ റമദാൻ 16 ദിവസമായപ്പോ നമ്മുടെ വെയിറ്റിംഗ് മെഷീനിലേക്ക് നോക്കിയിട്ട് കുറച്ച് വെയിറ്റ് കുറഞ്ഞിട്ടുണ്ടാകും. അതുപോലെ ചില ശരീരത്തിന്റെ മാറ്റങ്ങളല്ല അവരുടെ ജീവിതത്തിൽ ഉണ്ടായത്, അവരുടെ ഹൃദയത്തിന്റെ ഉള്ളിലെ മാറ്റമാണ്. അവരുടെ ഹൃദയത്തിന്റെ ഉള്ളിലെ ഒരു മാറ്റമാണ്. അഫമൻ ശറഹല്ലാഹു സദ്റഹു ലിൽ-ഇസ്ലാം ഫഹുവ അലാ നൂരിൻ മിർ റബ്ബിഹി. ആരുടെയെങ്കിലും ഹൃദയത്തെ അല്ലാഹു ഇസ്ലാം എന്ന നൂറ് കൊണ്ട് അനുഗ്രഹിച്ചാൽ ഫഹുവ അലാ നൂരിൻ മിർ റബ്ബിഹി, അവൻ അല്ലാഹുവിൽ നിന്നുള്ള നൂറിലാണ് സഹോദരങ്ങളെ. നൂറുൻ അലാ നൂർ, പ്രകാശത്തിനുമേൽ പ്രകാശം. യഹ്ദില്ലാഹു ലിനൂരിഹി മൻ യശാഉ, ആ നൂർ അല്ലാഹു നൽകുന്നത് അവൻ ഉദ്ദേശിക്കുന്നവർക്കാണ്. ചുരുക്കത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തിയത് പരിശുദ്ധ റമദാൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് അതിന്റെ അവസാനത്തെ 10 നീങ്ങുകയാണ്. അതിന്റെ ഏറ്റവും പുണ്യമുള്ള വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തി, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ. തീർച്ചയായും ഈ പരിശുദ്ധമായ ഖുർആനിനെ നാം അവതീർണമാക്കിയത് ഖദ്റിന്റെ രാത്രിയിലാണ്, വിധി നിർണയത്തിന്റെ രാത്രിയിലാണ്. നമ്മുടെ മനസ്സിന്റെ അസ്വസ്ഥതകളെയും നമ്മുടെ മനസ്സിന്റെ നീറ്റലുകളെയും നമ്മുടെ മനസ്സിന്റെ ആദികളെയും എല്ലാം മാറ്റി ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം, ഏറ്റവും ശക്തിമത്തായതിലേക്ക് നമ്മെ കൈപിടിച്ചുയർത്തുന്ന പരിശുദ്ധ ഖുർആൻ അവതരിച്ചത് പരിശുദ്ധ റമളാനിലാണ് സഹോദരങ്ങളെ. തൊട്ടടുത്ത ആയത്തിൽ വീണ്ടും അല്ലാഹു ചോദിക്കുന്നത്, വമാ അദ്റാക, നബിയെ താങ്കൾക്കറിയുമോ മാ ലൈലത്തുൽ ഖദ്ർ, ഈ വിധി നിർണയത്തിന്റെ രാവ്. ഈ ലൈലത്തുൽ ഖദ്ർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പ്രവാചകരെ അങ്ങേക്കറിയുമോ? വിശുദ്ധ ഖുർആനാണ്. വീണ്ടും അല്ലാഹു പറയുന്നു, ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ, ഖദ്റിന്റെ രാത്രി 1000 മാസങ്ങളെക്കാളേറെ പുണ്യമുണ്ട്. നമ്മുടെ തിരുവനന്തപുരം ലുലു മാളിൽ ചില സാധനങ്ങൾക്ക് റിഡക്ഷൻ ഉണ്ടെന്നറിഞ്ഞാൽ നാഷണൽ ഹൈവേയിൽ റോഡ് ബ്ലോക്ക് ആകും, എന്തോ ചില നേട്ടങ്ങൾക്കുള്ളതിന്റെ പേരിൽ. എന്നാൽ സഹോദരങ്ങളെ, നമ്മൾ ഈ ചെറിയ കാലത്ത് ജീവിക്കുമ്പോൾ 1000ഉം 1500ഉം വർഷക്കാലം ജീവിച്ചിരുന്ന, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തിരുന്ന പൂർവ പ്രവാചകന്മാരുടെ ജനതയ്ക്കൊന്നും കിട്ടാത്ത ഒരു വലിയ സമ്മാനമാണ് പരിശുദ്ധ റമദാനിന്റെ സമ്മാനമാണ് ഉമ്മത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നൽകുന്ന, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തികൾക്ക് നൽകുന്ന വലിയൊരു അനുഗ്രഹമാണ് ഖദ്റിന്റെ രാത്രി. അതൊരാൾക്ക് ലഭിക്കുമ്പോൾ ഖൈറും മിൻ അൽഫി ശഹർ, അഥവാ 83 വർഷവും ചില്ലറ മാസങ്ങളും ഇബാദത്ത് ചെയ്തത്, അഥവാ ഒരു ആയുഷ്കാലം മുഴുവനും
നന്മയിലായി റബ്ബിന്റെ പ്രീതിയിലായി ജീവിച്ചതിന്റെ പ്രതിഫലം ഒരൊറ്റ രാത്രി കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ കഴിയും. പരിശുദ്ധ ഖുർആനാണ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഇങ്ങനെയുള്ള ഈ അനുഗ്രഹീതമായ പുണ്യങ്ങൾ നിറഞ്ഞ ഈ ദിനരാത്രങ്ങൾ നമ്മൾ ഉറങ്ങിയും സാമൂഹ്യ മാധ്യമങ്ങളിലും ഫേസ്ബുക്കിലും അതുപോലെ പരദൂഷണങ്ങളിലും ഏഷണിയിലും അല്ലെങ്കിൽ അപരനെക്കുറിച്ചുള്ള ചർച്ചകളിലേക്കും പോകുന്നതിന് മുമ്പ് നാം നമ്മെക്കുറിച്ച് ചിന്തിക്കണം സഹോദരങ്ങളെ. നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കണം. ഞാൻ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങളെക്കുറിച്ച് ചിന്തിക്കണം. ആയിഷ റളിയല്ലാഹു അൻഹ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, ലൈലത്തുൽ ഖദ്റിന്റെ രാത്രിയിൽ, വിധി നിർണയത്തിന്റെ ആ രാവിൽ, അതിനെ പ്രതീക്ഷിച്ചുകൊണ്ട് എങ്ങനെയാണ് പ്രവാചകരെ പ്രാർത്ഥിക്കേണ്ടത്? അല്ലാഹുവിന്റെ റസൂൽ തന്റെ ഭാര്യയായ ആയിഷ റളിയല്ലാഹു അൻഹയോട്, നമ്മുടെ ഉമ്മയോട് പ്രവാചകൻ പറഞ്ഞത്, ആയിഷ, നീ പ്രകാരം പ്രാർത്ഥിക്ക്, അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒക്കെ സഹോദരങ്ങളെ, നമ്മുടെ തെറ്റുകുറ്റങ്ങളെക്കുറിച്ച് നമ്മുടെ ഭാര്യ അറിയാത്ത, നമ്മുടെ ഭർത്താവ് അറിയാത്ത, നമ്മുടെ മക്കൾ അറിയാത്ത, ഒരു CC ക്യാമറയിലും ഒപ്പിയെടുക്കാത്ത, പല കോടതികളും അറിഞ്ഞിരുന്നുവെങ്കിൽ നമ്മെ ശിക്ഷിക്കുമായിരുന്നു. അവിടെ റബ്ബ് നമ്മെ ശിക്ഷിക്കാതെ റബ്ബ് നമ്മെ പൊതിഞ്ഞു മൂടി കൊണ്ടുപോകുമ്പോ ആ റബ്ബിനോട് നാം പ്രാർത്ഥിക്കണം, അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുവേ, ഇന്നക അഫുവ്വുൻ, നീ അഫു ചെയ്യുന്നവനാണ് റബ്ബേ, തുഹിബ്ബുൽ അഫ്വ, പാപം പൊറുക്കാൻ ഏറെ ഇഷ്ടമുള്ളവനാണ്, അതുകൊണ്ട് ഫഅഫു അന്നി, എൻ്റെ പാപം നീ എനിക്ക് പുറത്തു തരണേ. നമ്മുടെ ജീവിതത്തിൽ പലരും, നമ്മുടെ വലം കൈയായ പലരും നമ്മുടെ ശത്രുക്കളായാൽ പലപ്പോഴും നമുക്ക് പുറത്തു തരില്ല. പടപ്പുകൾ പുറത്തു തന്നില്ലെങ്കിലും സൃഷ്ടാവായ റബ്ബ് നമുക്ക് പുറത്തു തരും സഹോദരങ്ങളെ. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ആ തെറ്റുകുറ്റങ്ങളെ കുറിച്ചുള്ള, നമ്മളിൽ നിന്നും സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങളെ കുറിച്ചുള്ള പേടിയും അതിനെക്കുറിച്ചുള്ള വെപ്രാളവുമാണ് നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത്. നമുക്കൊക്കെയും അറിയാം, മായിസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു എന്ന പ്രവാചകന്റെ ഒരു അനുചരൻ റസൂലിന്റെ അടുക്കലേക്ക് എത്തിയിട്ട് പ്രവാചകനോട് പറഞ്ഞു, തൊഹ്ഹിർനി യാ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂലെ, എന്നെ ഒന്ന് ശുദ്ധീകരിക്കണം. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, മായിസേ, നീ അല്ലാഹുവിനോട് നിഷ്കളങ്കമായി പശ്ചാത്തപിക്കുക, അല്ലാഹു നിന്റെ പാപങ്ങൾ പുറത്തു തരും. അല്ലാഹുവിന്റെ റസൂലാണ് പറഞ്ഞത്, സമാധാനത്തോടു പോയി കിടന്നുറങ്ങാം. പക്ഷേ മായിസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. പരലോകമുണ്ട് എന്നുറപ്പുള്ള, നാളെ പരലോകത്ത് വിചാരണയുണ്ട് എന്നുറപ്പുള്ള, മീസാൻ എന്ന തുലാസിന്റെ മുന്നിൽ ഞാൻ ചിതറിപ്പോകുമോ എന്ന് ഭയപ്പെട്ട മായിസ് വീണ്ടും അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് വന്നു. അപ്പോഴും പ്രവാചകൻ, ഫർജിഅ യാ മായിസ്, മായിസ് അങ്ങ് മടങ്ങിക്കോ, എന്നിട്ട് വത്തൂബു ഇലല്ലാഹ്, നീ അല്ലാഹുവിലേക്ക് പൊറുക്കലിനെ തേട്. 3-4 പ്രാവശ്യം വന്നപ്പോൾ ഒരിക്കൽ ചോദിച്ചു, മാഹിയ ദംബുല്ലദീ യാ മായിസ്, ഏ മായിസേ, നീ എന്ത് പാവം പ്രവർത്തിച്ചു? അസ്സിനാ യാ റസൂലുള്ളാഹ്, വ്യഭിചാരം പ്രവർത്തിച്ചു പോയി. കൂടെയുണ്ടായിരുന്ന അനുചരന്മാരോട് ചോദിച്ചു, മായിസിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? സ്വയബോധത്തോടെയാണോ മായിസ് സംസാരിക്കുന്നത്? സ്വഹാബികൾ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, മായിസ് സ്വയബോധത്തോടെയാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ ശിക്ഷ നടപ്പിലാക്കിയാലും. ചരിത്രം ഓർമ്മപ്പെടുത്തുന്നു, മായിസ് റളിയല്ലാഹു അൻഹുവിനെ ശിക്ഷ നടപ്പിലാക്കുമ്പോ മായിസ് റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിൽ നിന്നൊരു തുള്ളി രക്തം കഅബ് റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിലേക്ക് പതിച്ചപ്പോ, എന്തോ ഒരു പദപ്രയോഗം നടത്തിയപ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, മഹ്ലൻ യാ കഅബ്, കഅബേ, മിണ്ടിപ്പോകരുത്. ആ മനുഷ്യൻ അദ്ദേഹത്തിന്റെ ജീവൻ കൊടുത്തുകൊണ്ട് ജീവിതത്തിൽ സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങൾ നീറുന്ന മനസ്സോടെ അല്ലാഹുവിന്റെ പരലോ